നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക്. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. കുളമ്പ് രോഗ നിർമ്മാർജ്ജന യജ്ഞം ഈ മാസം 25-ന് ആരംഭിക്കുന്നു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ധോണി ഫാമിൽ നിന്നും പുൽകൃഷിക്ക് വേണ്ട വിത്തുകളും തൈകളും മറ്റ് നടീൽ വസ്തുക്കളും ലഭിക്കുന്നതാണ്. ഗിനി, കോങ്കോ സിഗ്നൽ എന്നീ പുല്ലിനങ്ങളുടെയും പയറുവർഗ കാലിത്തീറ്റ വിളകളുടെ വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള CO 3, 4, 5 എന്നീ പുല്ലിനങ്ങളുടെ തണ്ടുകളും പ്രവൃത്തി ദിവസങ്ങളിൽ ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. പുൽകൃഷിക്ക് വേണ്ട നടീൽ വസ്തുക്കൾ കൂടുതൽ ആവശ്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 55 29 26 എന്ന നമ്പറിലോ 0944 6004 285 എന്ന നമ്പറിലോ വിളിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കാർഷിക കോളേജിൽ കേരസങ്കര, കോമാടൻ എന്നീ മേൽത്തരം തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളുടെയും പഴവർഗ തൈകളുടെയും ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയുടെ സ്പോറുകളും ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഫാമിൽ ഉൽപ്പാദിപ്പിച്ച വാഴക്കുലകളും വിവിധതരം പച്ചക്കറികളും ലഭ്യതയ്ക്കനുസരിച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 38 35 73 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മലപ്പുറം ജില്ലയിലെ തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഉണങ്ങിയ ചാണകവും മറ്റ് ജൈവവളങ്ങളും പൊടിച്ചെടുക്കാവുന്ന ജൈവവള പൊടിക്കൽ യന്ത്രം വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക കൈമാറ്റം നടന്നു. ഈ യന്ത്രം ആവശ്യമുള്ളവർ 9446 32 03 23 എന്ന നമ്പറിൽ വിളിക്കുക. കുടപ്പനക്കുന്ന് ജൈവ വിഭവ കേന്ദ്രത്തിൽ നിന്ന് 5 കിലോഗ്രാം 10 കിലോഗ്രാം അളവിൽ ജൈവ അരി ലഭിക്കുന്നതാണ്. 10% തവിട് നിലനിർത്തി കുത്തിയെടുത്തിട്ടുള്ള അരി കിലോഗ്രാമിന് 55 രൂപ നിരക്കിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9497 5969 98 എന്ന നമ്പറിൽ നിന്നും ലഭിക്കുന്നതാണ്. റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, സാന്ദ്രീകരണം, ലാറ്റക്സ് കോമ്പൌണ്ടിംഗ്, ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന, റബ്ബർ ബാൻഡ്, കയ്യുറ എന്നിവയിലുള്ള പരിശീലനം ഏപ്രിൽ 25 മുതൽ 29 വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്നതാണ്. ഫീസ് 2500 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2 35 3325. മറ്റൊരു നമ്പർ 0481 2 35 3127. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ 21 ദിവസം നീണ്ടുനിൽക്കുന്ന കുളമ്പ് രോഗ നിർമ്മാർജ്ജന പരിപാടി ഈ മാസം 25-ന് ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471 3256 288. മറ്റൊരു നമ്പർ 0471 2 55 6151. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8400 രൂപ, കോഴിക്കോട് 8800 രൂപ, തൃശൂരിൽ 8400 രൂപ. കോപ്ര കൊച്ചിയിൽ 5780 രൂപ, കോഴിക്കോട് 5700 രൂപ, തൃശൂരിൽ 5780 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68300 രൂപ, ഗാർബിൾഡ് 71300 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലത്ത് 10200 രൂപ, ഈറോഡിൽ 10900 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13600 രൂപ, 4ാം ഗ്രേഡ് 14000 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 13700 രൂപ, 4ാം ഗ്രേഡ് 14200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8400 രൂപ, കൊപ്ര 5780 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,300 രൂപ, ഗാർബിൾഡ് 71,300 രൂപ.
ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ നാടൻ 12,000 രൂപ. അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 170-നും 200-നും മധ്യേ. തൊണ്ടില്ലാത്തത് 350-നും 390-നും മധ്യേ. ജാതിപത്രി 500-നും 900-നും മധ്യേ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,600 രൂപ, 4-ാം ഗ്രേഡ് 14,000 രൂപ. ഒട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. റബ്ബർ ഷീറ്റും ലാറ്റക്സും സ്വന്തമാക്കാൻ വ്യവസായികൾ മത്സരിച്ചെങ്കിലും അവർക്ക് കാര്യമായി ചരക്ക് സംഭരിക്കാനായില്ല. പ്രമുഖ മാർക്കറ്റുകളിലെല്ലാം റബ്ബറിന് കടുത്ത ക്ഷാമം നേരിട്ടു. വിദേശത്തും നിരക്ക് ഉയരുന്നതിനാൽ ഇറക്കുമതിയുടെ ആകർഷണം കുറഞ്ഞു. 4-ാം ഗ്രേഡ് റബ്ബറിന് 500 രൂപ വർദ്ധിച്ച് 14,000 രൂപയായി രേഖപ്പെടുത്തി. ടാപ്പിംഗ് സീസൺ ആരംഭിക്കാൻ ഇനിയും 1.5 മാസം കാത്തിരിക്കണം. കുരുമുളകിന്റെ കുതിപ്പിനെ പിടിച്ചു നിർത്താൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ സംഘടിതരായി രംഗത്തു നിന്നും പിൻവലിഞ്ഞു. വാങ്ങലുകാരുടെ പിന്മാറ്റം വിലയിൽ ചാഞ്ചാട്ടമുളവാക്കിയെങ്കിലും കാർഷിക മേഖല ചരക്ക് നീക്കം നിയന്ത്രിച്ച് വിപണിക്ക് താങ്ങു പകർന്നു. ഏലക്ക സംഭരിക്കാൻ കുമിളി ലേലത്തിൽ ഇടപാടുകാർ ശക്തമായി മത്സരിച്ചു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ കിലോ 1,065 രൂപയിൽ ഏലക്ക കൈമാറി. ശരാശരി ഇനങ്ങൾ 654 രൂപയിലാണ് രേഖപ്പെടുത്തിയത്. മൊത്തം 98,358 കിലോ ചരക്ക് ലേലം കൊണ്ടു. കേരളത്തിലെ ഒട്ടുമിക്ക വിപണികളിലും വെളിച്ചെണ്ണ വില ഉയർന്നു. വിലക്കയറ്റം കണ്ട് ഗ്രാമീണ മേഖല കൊപ്ര വിൽപ്പനയിൽ നിന്ന് അല്പം പിന്തിരിഞ്ഞു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങൾ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 38.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 38.9, 29. കൊച്ചി 33.7, 25.8. ആലപ്പുഴ 33, 27.4. പുനലൂർ 36.2, 24.2. തിരുവനന്തപുരം കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.